ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 24-ാം ഞായറിൽ നാം വിശുദ്ധ കുരിശിൻ്റെ മഹുദ്ധീകരണ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ 3-ാം അധ്യായം 13 മുതൽ 17 വരെ വാക്യങ്ങളാണ്. ഈ വചനഭാഗത്തിൻ്റെ ഒരു ഭാഷ്യം നൽകാൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുമ്പോൾ 2 വാക്യങ്ങളാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. ഒന്നാമത്തേത് 14-ാം വാക്യം, രണ്ടാമത്തേത് 16-ാം വാക്യം. 14-ാം വാക്യം മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ. ഈ വാക്യത്തെ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദ്യത്തെ പീഡാനുഭവ പ്രവചനമായി കണക്കാക്കാൻ കഴിയും. യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭം മുതൽ തന്നെ യോഹന്നാൻ പീഡാസഹനത്തെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ സമാന്തര സുവിശേഷകർ ഈ വിഷയം യേശുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ 2-ാം ഭാഗത്താണ് അവതരിപ്പിക്കുന്നത്. സംഖ്യ 21-ാം അധ്യായം 9-ാം വാക്യമാണ് പശ്ചാത്തലം. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ഹോർ മലയിൽ നിന്ന് ഏദോം ചുറ്റി സഞ്ചരിക്കാൻ തുടങ്ങുന്ന ഇസ്രായേലിയർ ക്ഷമകേടുകൊണ്ട് ദൈവത്തിനും മോശയ്ക്കും എതിരെ പിറുപിറുത്തു. വിഷസർപ്പങ്ങളെ അയച്ച് ദൈവം അവരെ ശിക്ഷിച്ചു. ഈ ശിക്ഷയിൽ നിന്നുള്ള മോചന മാർഗമായി ദൈവം മോശയോട് ആവശ്യപ്പെട്ടത് ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്തി നാട്ടാനാണ്. വിഷമേൽക്കുന്നവർ ആ സർപ്പത്തിൽ നോക്കിയാൽ മരിക്കില്ല, ജീവിക്കും. ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം രക്ഷയുടെ പ്രതീകമായി. യേശു കുരിശിൽ ഉയർത്തി നാട്ടപ്പെടുമ്പോൾ എല്ലാവർക്കും ജീവന്റെ അടയാളമാകും. ഉയർത്തുക എന്ന ക്രിയ യോഹന്നാൻ ക്രൂശിക്കുക, മരിക്കുക, ഉദ്ധാനം ചെയ്യുക എന്ന പീഡാസഹന രഹസ്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. യോഹന്നാന് കുരിശുമരണവും ഉദ്ധാനവും 2 സംഭവങ്ങളല്ല, ഒരു യാഥാർത്ഥ്യമാണ്. 16-ാം വാക്യം എല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും ആഴമേറിയതും അതേസമയം ഏറ്റവും സംക്ഷിപ്തവുമായ അവതരണമാണ് ഈ വാക്യം. പഴയ നിയമത്തിലുള്ള ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തൽ മുഴുവനും അരച്ചു കലക്കി ഒറ്റ വാക്യത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വാക്യം ശ്രവിക്കുമ്പോൾ സൃഷ്ടിയും വിളിയും തെരഞ്ഞെടുപ്പും വാഗ്ദാനവും ഉടമ്പടിയും നിയമദാനവും എല്ലാം ശ്രോതാക്കളുടെ മനോമുകുരത്തിൽ തെളിയുകയാണ്. ദൈവം ലോകത്തെയാണ് സ്നേഹിച്ചത്. ലോകം എന്ന പദപ്രയോഗം പ്രപഞ്ചത്തെ മുഴുവനും സൂചിപ്പിക്കുന്നു. പ്രപഞ്ചത്തിൽ നിന്ന് ആരെയും ഒന്നിനെയും മാറ്റി നിർത്താതെ സർവത്തെയും ആശ്ലേഷിക്കുന്ന സ്നേഹമാണിത്. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്റെയും നീതിരഹിതന്റെയും മേൽ മഴ പെയ്യിക്കുകയും ചെയ്യുന്ന സ്നേഹമാണിത്. മത്തായി 5:45 കാണുക. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് ഏകജാതനെ നൽകുക എന്നത്. അതിരുകളും അതിരുവേലികളും ഇല്ലാത്ത ആ സ്നേഹം സ്വന്തം പുത്രനെ പോലും നൽകുകയാണ്. നൽകാൻ തക്ക വിധം എന്ന ഒരു പ്രയോഗം ഇതിനകത്തുണ്ട്. ഈ പ്രയോഗം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ എന്ന അർത്ഥമാണ് ഉൾക്കൊള്ളുന്നത്. നൽകാൻ തക്കവണ്ണം എന്ന് പറയുമ്പോൾ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം.
ഈ വാക്ക് തന്നെയാണ് സമവീക്ഷണ സുവിശേഷകർ യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും, നൽകപ്പെടും. ഉദാഹരണം മാർക്കോസ് 9:31. യേശുവിൻ്റെ മരണം പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രസ്പഷ്ടമായ പ്രകടനമാണെന്ന് ചുരുക്കം. ദൈവത്തിൻ്റെ ആഗ്രഹവും മനസ്സും എല്ലാവരും രക്ഷപ്പെടണമെന്നാണ്. അതിനാൽ യേശു വിധിക്കാനല്ല, രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഹിതം സാർവത്രികമായ രക്ഷയെക്കുറിച്ചാണ്. അപ്പോൾ വിധിയുടെ അർത്ഥം എന്താണ്? യേശുവിൽ വിശ്വസിക്കാത്തവൻ സ്വയം വിധിക്കുന്നു. ദൈവം വിധിക്കുകയല്ല, മറിച്ച് മനുഷ്യർ യേശുവിനെ തിരസ്കരിക്കുന്നതിലൂടെ പിതാവിൻ്റെ സ്നേഹവും അതിലൂടെ സാധ്യമാകുന്ന രക്ഷയും തിരസ്കരിക്കുന്നതിനാൽ തങ്ങളെ തന്നെ വിധിക്കുകയാണ്. ഇതാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്ന യുഗാന്ത്യ വീക്ഷണം, എസ്കറ്റോളജി. വിധിയുടെ മറുവശം എടുത്താൽ യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷയും ജീവനും അനുഭവിക്കുന്നു. ഇതിൻ്റെ പൂർണ്ണമാകൽ മാത്രമാണ് അന്തിമ വിധിയും അന്തിമ രക്ഷയും, ഫൈനൽ എസ്കറ്റോളജി. ഇവിടെ യേശുവിനെ തിരസ്കരിച്ചവർക്ക് അന്ത്യത്തിൽ അതിനനുസരിച്ചുള്ള വിധിയും, യേശുവിനെ സ്വീകരിച്ചവർക്ക് അതിനനുസരിച്ചുള്ള ജീവന്റെ അനുഭവവും കിട്ടും. പ്രിയമുള്ളവരെ, കുരിശിൽ നാട്ടപ്പെട്ട യേശു സീമാതീതമായ ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. എങ്കിൽ ക്രൈസ്തവന്റെ ജീവിതവും അതുപോലെ സീമാതീതമായ ഹൃദയവിശാലതയുള്ളതാവണം. ഹൃദയത്തിലെ എല്ലാ മതിൽക്കെട്ടുകളും നശിപ്പിക്കാനാണ് യേശു കുരിശ് മരണത്തിലൂടെ നമ്മെ ആഹ്വാനം ചെയ്യുന്നത്. എങ്കിലേ ആത്മാവിനിഷ്ടമുള്ള ഇടത്തേക്ക് പോകുവാൻ സാധിക്കൂ. അപ്പോഴേ യഥാർത്ഥ ജ്ഞാനം നമ്മളിൽ ഉടലെടുക്കുകയുള്ളൂ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.